കർത്താവിൽ പ്രിയരെ, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തെയാണല്ലോ നാം അഭിമുഖീകരിക്കുന്നത്. നമുക്ക് ഏവർക്കും അഭിമാനമായിട്ടുള്ള ഒരു ദിവസമാണല്ലോ കർത്താവിൻ്റെ രാജ്യത്തെ എഴുന്നള്ളത്ത് കൊണ്ടാടുന്നതായിട്ടുള്ള ഓശാനയുടെ ഇന്നത്തെ ദിവസം. ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷയെ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടവരുത്തി. കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി മുതൽ നമ്മൾ വലിയ നോമ്പിൻ്റെ ശുശ്രൂഷകൾ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 42 ദിവസം അത് പൂർത്തിയായി. ഇന്ന് മുതൽ സന്ധ്യാനമസ്കാരം കർശാനുഭാഷിച്ചുള്ള സന്ധ്യാനമസ്കാരം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളാണ്. വെള്ളിയാഴ്ച ദിവസം അഭിമന്യ തിത്തൂസ് തിരുമേനിയാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുന്ന നല്ല ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഉള്ള അവസരമായി നമുക്ക് സമയങ്ങൾ വിനിയോഗിക്കാം. ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഉമ്മൻ കെ ജേക്കബ് അച്ഛനാണ്. സോണിയച്ഛൻ എന്ന് ഞങ്ങൾ വിളിക്കും. അച്ഛൻ മാർത്തോമാ സഭയിൽ വളർന്നു വരുന്ന യുവ പട്ടക്കാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു പട്ടക്കാരനാണ്. 2010 പട്ടത്ത ശുശ്രൂഷയിലൂടെ സഭയുടെ ശുശ്രൂഷയിൽ പ്രവേശിച്ചു. നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെ വിവിധ ഇടവുകളിൽ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചു. വൈക്കൽ, പുലിക്കോട്, വിലങ്ങറ മുതലായ സ്ഥലങ്ങളിലൊക്കെ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചു. എൻ്റെ മാതൃക ഇടവകയായിട്ടുള്ള വിലങ്ങറ സെൻറ് തോമസ് ഇടവകയുടെ വികാരിയായിട്ട് 2013-16 കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തത് ഈ സമയത്ത് ഓർക്കുകയാണ്. വളരെ ധന്യമായിട്ടുള്ള നേതൃത്വം നൽകുന്ന ഒരു യുവ പട്ടക്കാരനാണ് ബഹുമാനപ്പെട്ട സോണിയച്ഛൻ. അച്ഛൻ്റെ സ്വദേശം തെള്ളിയൂർ എന്ന സ്ഥലത്താണ്. തെള്ളിയൂർ ശാലേം മാർത്തോമ ഇടവകയിലെ അംഗമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ്റെ സഹധർമ്മിണി കൃപ കൊച്ചമ്മ, നിങ്ങളെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൊക്കെ വായിച്ചു. നഴ്സിങ്ങിന് PhD ലഭിച്ച വ്യക്തിയാണ് കൃപ കൊച്ചമ്മ. ഇപ്പോൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. മക്കൾ 2 പേര് പഠിക്കുകയാണ്. ദയ, ദിയ, 2 പേരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ്റെ കൊച്ചമ്മ മാർത്തോമാ സഭയിലെ റിട്ടയർ ചെയ്ത പ്രഗത്ഭനായ പട്ടക്കാരൻ എൻ്റെ സുഹൃത്ത് TP സക്രാജിൻ്റെ മകളാണ്. അച്ഛനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് BD കഴിഞ്ഞ് മ്യൂസിക് കോഴ്സിന് ഉന്നത ബിരുദം കരസ്ഥമാക്കിയ ശേഷമാണ് ഇപ്പോൾ DSMCയുടെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. മലയാളം കൺവെൻഷൻ്റെ ഈ വർഷത്തെ പാട്ടുകളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അറിയാം എത്ര അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വമാണ് അച്ഛൻ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ആളുകളെ കണ്ടെത്തുവാനുള്ള ചെറിയ പ്രവർത്തനങ്ങളൊക്കെ അച്ഛൻ നടത്തി. അതുകൊണ്ട് പഴയ ആളുകൾക്കൊക്കെ ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. പുതുതായിട്ടൊരു 10-30 പേര് 101 പേരുള്ള ടീമിൽ ഉൾപ്പെടുവാൻ തക്കവണ്ണമുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ അച്ഛൻ നടത്തി. അതെല്ലാം എല്ലാവർക്കും സന്തോഷപ്രദമായ കാര്യമാണ്. വളരെ അടുക്കും ചിട്ടയോടും കൂടി അച്ഛന് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ട്. ധ്യാനാത്മകമായിട്ടുള്ള പല പുസ്തകങ്ങളാണ്. 2-3 പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അച്ഛന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. ഇന്ന് അച്ഛന്മാരെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് മാർത്തോമാ സഭയിൽ ലഭിക്കാവുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു പട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ, പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ DSMCയുടെ ഡയറക്ടർ. അപ്പോൾ പാട്ടുകൾക്കും ശുശ്രൂഷകൾക്കൊക്കെ താളവും മേളവും ഈണവും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള അച്ഛന്മാരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. എന്നാൽ നമുക്ക് അച്ഛനെ കിട്ടാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ, എനിക്ക് തോന്നുന്നൊരു 8 മാസം മുമ്പ് ഞാൻ വിളിച്ചതാണ് എൻ്റെ ചിന്ത, അല്ലേ? 8 മാസം മുമ്പ് തന്നെ ഞാൻ ഫോണിൽ കൂടെയും പിന്നെ തിരുവല്ല പോയപ്പോഴും വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് അച്ഛനെ ലഭിച്ചത്. അച്ഛൻ എന്നാൽ കുടുംബമായിട്ട് വരാമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നുകൊണ്ട് വന്നില്ല. അച്ഛൻ തനിച്ചാണ് തിരുവല്ലയിൽ നിന്ന് വന്നത്. അച്ഛൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല അനുഗ്രഹീതമായിട്ടുള്ളൊരു നേതൃത്വം നമുക്ക് ലഭിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഇടവയിലേക്ക് ഹാർദവമായിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ദിവസം നിങ്ങളോടൊപ്പം ഈ വിശുദ്ധാലയത്തിൽ ആരാധനയിൽ
നേതൃത്വം നൽകുന്നതിനും പങ്കാളിയാകുന്നതിനും ദൈവം അവസരം നൽകിയതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഗീവറീസ് തോമസ് അച്ഛൻ പറഞ്ഞ എല്ലാ സ്വാഗതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അച്ഛൻ്റെ മാതൃ ഇടവകയിൽ വികാരിയായി 3 വർഷക്കാലം ശുശ്രൂഷ ചെയ്യുവാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അന്നും അതിനു മുമ്പും വൈക്കൽ ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സെൻറ്ററിൽ തന്നെയുള്ള കമ്പങ്കോട് ഇടവകയുടെ വികാരിയായി അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുമിച്ച് പല കാര്യങ്ങളിൽ ഇടപെടുന്നതിനും നേതൃത്വം നൽകുന്നതിനുമൊക്കെ അവസരം ലഭിക്കുകയും അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കൊച്ചമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ സ്നേഹവും ഒക്കെ അനുഭവിക്കുന്നതിന് ഇടയായിട്ടുണ്ട്. ആ സന്ദർഭം നന്ദിയോടെ ഈ തരുണത്തിൽ ഓർക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇപ്പോൾ സഭയുടെ സംഗീത സംവേദന വിഭാഗത്തിൻ്റെ ചുമതലയിലാണ് ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ ഒരു മുൻകൂട്ടിയുള്ള അറിയിപ്പിൻ പ്രകാരവും ക്ഷണപ്രകാരവുമാണ് ഇന്നിവിടെ എത്തിച്ചേരുന്നതിന് കാരണമായി തീർന്നത്. അനുഗ്രഹീതമായ ആരാധനയിലാണ് സംബന്ധിക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും വളരെ ഉത്സാഹത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒത്തിരി കുഞ്ഞുങ്ങൾ എനിക്ക് മുമ്പിൽ ഇരിപ്പുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ കൈവശം പുസ്തകവും പാട്ടുപുസ്തകവും ഒക്കെ ഉണ്ട്. അത് വളരെ നല്ലൊരു പാരമ്പര്യവും ചിട്ടയുമാണ്. നിങ്ങളൊക്കെ അത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനും ആരാധനയിൽ പങ്കാളിത്തം നൽകുന്നതിനുമുള്ള ശ്രദ്ധ നൽകുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായി ഗാനം ആലപിക്കുന്ന ഗായിക സംഘവും അതിന് പിന്തുണ നൽകുന്ന പ്രിയപ്പെട്ടവരുമൊക്കെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ഗായിക സംഘത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ആരാധനയ്ക്കായി നയിക്കുന്നതിനുള്ള വലിയ ശുശ്രൂഷയിലാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പാടുന്ന പാട്ടുകൾ ദൈവജനത്തെ നയിക്കുന്നതിന് സഹായമായി തീരണം. ആരാധനയ്ക്ക് ദൈവജനത്തെ ഒരുക്കുന്നതിന് കാരണമായി തീരണം. അതുകൊണ്ട് ആമുഖവാക്കുകൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കട്ടെ. ഇരിക്കുമ്പോൾ നമ്മൾക്കൊരുപക്ഷെ ചിന്തകളും ചിന്താഭാരങ്ങളും ഒക്കെ ഉണ്ടാകാം. പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ആരാധനയുടെ മധ്യയുള്ള പ്രസംഗത്തിൻ്റെ സമയമാണ് നമുക്ക് ഏറ്റവും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. എന്നാൽ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ജാഗ്രതയോടും ദൈവവചനം കേൾക്കുവാനുള്ള പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകണമെന്നും പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ലോകമെമ്പാടും കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തിനെ ഓർക്കുന്ന ദിവസമാണ്. പീഡാനുഭവത്തിൻ്റെ വാരത്തിലേക്ക് ഈ ദിവസം നമ്മൾ പ്രവേശിക്കുകയാണ്. 42 ദിവസങ്ങളായി നോമ്പ് നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്തു. തുടർന്നുള്ള 8 ദിവസങ്ങൾ പീഡാനുഭവത്തിൻ്റെയും അവസാന ദിവസം ഉയർപ്പിൻ്റെയും അനുഭവത്തെ ധ്യാനിക്കുന്ന സമയമാണ്. ഈ സമയത്തെല്ലാം നമ്മളെ പ്രചോദിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് നമ്മെ സ്നേഹിച്ച് തൻ്റെ സഹനത്താൽ കുരിശുമരണത്താൽ നമ്മെ വീണ്ടെടുത്തു എന്നുള്ള വലിയ ഓർമ്മയും ധ്യാനവുമാകണം. ഇന്ന് നമ്മൾ വായിച്ച ഏവൻഗേലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. വാക്യങ്ങൾ മുഴുവൻ ആവർത്തിക്കുന്നില്ല, എന്നാൽ ഒരു വാക്യം മാത്രം ആവർത്തിച്ച് വായിക്കട്ടെ. 4-ാം വാക്യം, സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, വചനം അങ്ങയുടെ വകയാകുന്നു. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ ഏകാഗ്ര ഹൃദയത്തോടെ തിരുസന്നിധിയിൽ ഇരുത്തണമേ. അടിയനോട് അവിടുന്ന് ഇടപെടുകയും സംസാരിപ്പാൻ ആവശ്യമായത് നൽകി തുണയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സമാധാനത്തോടും പുതുക്കിയ സമർപ്പണത്തോടും കൂടെ മടങ്ങിപ്പോകുവാൻ ഇടയാക്കുമാറാകണമെന്ന് യേശുവിൻ മൂലം അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ ഏവൻഗേലിയനായി വായിച്ചു കേട്ട ഈ വേദഭാഗത്ത്
യേശു കർത്താവ് യെരുശലേമിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ആരെങ്കിലും ചോദിക്കുകയാണ്, ഇതിനെ എന്തിനാണ് നിങ്ങൾ അഴിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട മറുപടി, ദൈവത്തിന്, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. തുടർന്നാണ് കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. ശിഷ്യന്മാർ അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു. ആ യാത്ര കാണുമ്പോൾ ആ വഴിയിൽ പുരുഷാരമൊക്കെയും മേലങ്കികളെ വിരിച്ച് കർത്താവിന് ഹോശന പാടുകയും, അതുമാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കർത്താവിൻ്റെ ഈ രാജകീയ എഴുന്നള്ളത്തിന് ഹോശന പാടി അവനോട് കൂടെ ചേർന്ന് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. യെരുശലേമിലേക്കുള്ള ഈ രാജകീയമായ യാത്രയെ ഒരു വലിയ സംഭവമായി ദൈവവചനത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. യെരുശലേമിലേക്ക് പോകുമ്പോൾ കർത്താവിനെ അനുഗമിക്കുന്നവരെയും പുരുഷാരത്തെയും ഹോശന പാടുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവനോട് നീരസപ്പെടുന്നു എന്ന് തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ചയെ നിയമിച്ചിരിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് കർത്താവിന് സ്തുതി കൊടുക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ഹോശന പാടുന്ന, നാഥ ഇപ്പോൾ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് നിൽക്കുകയാണ്. 3 ചുരുങ്ങിയ ചിന്തകൾ പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്രയിൽ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ഒരു കഴുതക്കുട്ടിയെയാണ് എന്നതാണ്. ഏത് ചെറിയതിനെയും ഏത് നിന്ദിക്കപ്പെട്ടതിനെയും ഏത് പരാധീനതയും കുറവുമുള്ളതിനെയും ദൈവത്തിന് തൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഏത് പരാധീനതയുള്ളതിനെയും ചെറുതിനെയും എത്ര ബലഹീനതയുണ്ടെന്ന് നമ്മൾ കരുതുന്നതിനെയും ദൈവത്തിന് തൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കാനായി സാധിക്കും. കർത്താവ് തന്നെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നുണ്ട്, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഗായക സംഘത്തിലുള്ളവർ പറഞ്ഞ്, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളിങ്ങനെ സ്തുതി പാടുന്നത് കൊണ്ടും നമ്മളിങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കൊണ്ടുമാണ് ദൈവത്തിൻ്റെ നിലനിൽപ്പ്. അങ്ങനെയല്ല. ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ടും ദൈവം സാക്ഷാൽ സൃഷ്ടിതാവായിരിക്കുന്നത് കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ബലഹീനരും മൺമയരുമായ മനുഷ്യരാണ് നമ്മൾ. നമ്മുടെ സ്തുതികൾ ദൈവത്തിന് പ്രസാദകരമാണ്. എന്നാൽ നമ്മുടെ സ്തുതികൾ സമർപ്പണത്തോടു കൂടിയുള്ളതായി തീരണം. ഇവിടെ യേശുവും തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഗ്രാമത്തിൽ ചെന്ന് ഒരു കഴുതക്കുട്ടിയെ, ഞാൻ നിയമിച്ചിരിക്കുന്ന, ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ അഴിച്ചുകൊണ്ട് വരണം. ഈ യാത്രയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ശിഷ്യന്മാർ ചോദിച്ചേനെ, തമ്പുരാനെ, കർത്താവേ, നമുക്കൊന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു കുതിരയോ കഴിയുമെങ്കിൽ മറ്റെന്തെങ്കിലും വാഹന സൗകര്യമോ ഒന്ന് ക്രമീകരിക്കാമായിരുന്നു എന്ന് പറഞ്ഞേനെ. എന്നാൽ കർത്താവ് അത് വെളിപ്പെടുത്താതെ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവിടേക്ക് പോയി ഈ കാര്യം ചെയ്യുക. ബലഹീനമായതും നിന്ന അനുഭവിക്കുന്നതുമായ വളരെ ചെറിയ ഒരു വാഹന മൃഗത്തെ തിരഞ്ഞെടുക്കുന്നതിലൂടെ കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, സമയം പരിമിതമായതുകൊണ്ട് ഞാൻ കമ്പിവാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ നാളുകളിൽ, ദൈവമേ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ, എന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം ഉയർത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഈ സന്ദേശമാണ്. എത്ര ബലഹീനതയുണ്ടെങ്കിലും എത്ര പോരായ്മയുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് എത്ര പരിമിതികളുണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്ത് വിളിച്ച് നിങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് നിങ്ങളെ കണ്ട ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ബലഹീനതകളൊന്നും ഒരു കാര്യമല്ല. കാരണം ദൈവത്തിന് ഒരാളിലേക്ക് ദൈവത്തിന് നോട്ടം പതിച്ചാൽ ദൈവം അതിനെ നിയോഗിച്ച് ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് തൻ്റെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുക തന്നെ ചെയ്യും. ബലഹീനമായ ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ദൈവം തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏത് പടയോട്ടങ്ങളുടെയും
ഏത് രാജകീയ എഴുന്നള്ളത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന ഒരു രാജകീയ എഴുന്നള്ളത്താണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത് ദൈവത്തിൻ്റെ യാത്രയാണ്. ദൈവം തിരഞ്ഞെടുത്ത കഴുതപ്പുറത്തുള്ള രാജകീയമായ എഴുന്നള്ളത്താണ്. കാരണം ഇത് ദൈവം തിരഞ്ഞെടുത്തതും ദൈവം ശക്തീകരിച്ചതുമായ ഒരു ഉപാധിയാണ്, മാധ്യമമാണ്. അതിനെ ബലഹീനമെന്ന് തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. ഈ പ്രാവശ്യത്തെ മാരാമൺ കൺവെൻഷനിൽ നമ്മൾ ഇങ്ങനെയൊരു പാട്ട് പുതുതായി കേട്ടിട്ടുണ്ട്. ദൈവം അടച്ചത് തുറപ്പാൻ ആർക്ക് കഴിയും? ദൈവം അടച്ചത് തുറക്കാൻ കഴിയില്ല, ദൈവം തുറന്നത് ആർക്കും അടയ്ക്കാനും കഴിയില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ചില പരാധീനതകളുടെ മധ്യത്തിൽ ദൈവമേ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് ബലഹീനതയുണ്ട്, എന്നെക്കൊണ്ട് ഒന്നിനും സാധ്യമല്ല എന്ന് സങ്കടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ചൂണ്ടുവിരൽ നിൻ്റെ മേലെ നീണ്ടു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് ഞാൻ നിന്നെ കണ്ട. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളെ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ കണ്ടതാണ്, ദൈവത്തിൻ്റെ നിയോഗം നമ്മളെ തൊട്ടതാണ്. അതുകൊണ്ട് എത്ര ബലഹീനമായ അവസ്ഥയിലായിരുന്നാലും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരെങ്കിലും കമ്പയർ ചെയ്ത് മറ്റൊരാളെ പോലെ എനിക്ക് ആയിത്തീരാൻ സാധിക്കുന്നില്ല, മറ്റൊരാൾക്ക് ഇന്ന കഴിവുണ്ട്, മറ്റൊരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, സങ്കടപ്പെടരുത്. കാരണം ദൈവത്തിന് മാത്രം, നിന്നെക്കൊണ്ട് മാത്രമായി ചെയ്യിച്ചെടുക്കാൻ ചില കാര്യങ്ങൾ ഉണ്ട്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ദൈവം കയറി, ദൈവം അതിനെ ശക്തീകരിച്ചു. ആ യാത്ര ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. ഒന്ന്. രണ്ടാമത്, ദൈവത്തിൻ്റെ അധികാരത്തെയും കർത്തൃത്വത്തെയും അംഗീകരിച്ച് ദൈവത്തിന് സ്തുതി കൊടുക്കുക. നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരുന്ന് പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ തട്ടിയാണോ നമ്മൾ പാടുന്നത്? അങ്ങനെയാണോ നമ്മൾ പാടുന്നത്? അല്ല എങ്കിൽ രണ്ടാം ഭാഗം ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന് ഒരുങ്ങി വേണം വിശുദ്ധ കുർബാനയ്ക്കായി നമ്മൾ പങ്കെടുക്കാൻ. കാരണം ദൈവം തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി മുറിച്ച് നുറുക്കി വിളമ്പി നൽകി. ഈ സ്നേഹത്തിന് പകരം നൽകാൻ എനിക്കൊന്നും ഇല്ല. അത് മാത്രമല്ല, നമ്മൾ എന്ത് പകരം കൊടുത്താലും അതൊന്നും അതിന് പകരമാവുകയുമില്ല. അതുകൊണ്ടാണ് സ്തോത്രകാഴ്ചയുടെയൊക്കെ മധ്യത്തിൽ വൈദികരൊക്കെ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, ദൈവമേ, തിരുസന്നിധിയിൽ ഈ സ്തോത്ര വഴിപാടുകളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് നൽകാനില്ല, ഞങ്ങളുടെ ജീവിതങ്ങളല്ലാതെ മറ്റൊന്നും നൽകാനില്ല. ഈ ഒറ്റ തിരിച്ചറിവ് മതി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മെ ബലപ്പെടുത്തുന്ന ഘടകമായി മാറാൻ. അതുകൊണ്ട് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ കുഞ്ഞുങ്ങൾ ദൈവത്തിന് ഹോശന പാടി. മാത്രമല്ല, അവർ സൈത്തിൻ്റെ കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. ചിലർ മേലങ്കികളെ വഴിയിൽ ഇങ്ങനെ വിതറി. വസ്ത്രം, മേൽക്കുപ്പായം ഉരിഞ്ഞ് വഴിയിൽ വിരിച്ചു കൊടുത്തു. അതിലൂടെ രാജപുത്രനായ, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ വാഹനമൃഗം കടന്നുപോയി. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എവിടെയൊക്കെയാണ് ദൈവത്തിന് കടന്നു പോകാൻ, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നത്? തലകുനിച്ച് ഹൃദയം തുറന്ന് നമുക്കുള്ള സാഹചര്യങ്ങളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച്, ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കർത്തൃത്വമായി ഏറ്റെടുത്ത് കടന്നു വരണമേ എന്ന് പ്രാർത്ഥനയോടെ എവിടെയൊക്കെ നമ്മൾ സമർപ്പിക്കുന്നുവോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ടാണ് ഈ യാത്ര ഒരു അത്ഭുതമായി മാറിയത്? ഒരു പറ്റം ചെറിയ ശേഷിപ്പ് കർത്താവിൻ്റെ കർത്തൃത്വത്തെ ഏറ്റെടുത്തു. ശിഷ്യന്മാർ പാടി, മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾ, ശിശുക്കൾ ദൈവത്തിൻ്റെ രാജകീയ എഴുന്നള്ളത്തിൽ ഹോശന പാടി. ചിലർ വഴിവക്കിൽ നിന്ന് കൊമ്പുകളിൽ വെട്ടിവിതറി കർത്താവിന് മഹത്വം കരയറ്റി. മഹത്വം കൊടുക്കുന്ന ഇടത്ത്, മഹത്വം നൽകുവാൻ മനസ്സ് കാണിക്കുന്ന ഇടത്ത് ദൈവം ഇടപെടും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക. 3, രാജകീയമായ എഴുന്നള്ളത്തിന് ശേഷം സംഭവിച്ചത് എന്താണ്? ഒരു ശുദ്ധീകരണമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ദേവാലയത്തിൽ കടന്നു, എന്നിട്ട് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ കർത്താവ് പുറത്താക്കി. സകല അശുദ്ധിയെയും കർത്താവ് നീക്കാനായി ഇന്ന് നമ്മുടെ ജീവിതമാകുന്ന ദേവാലയങ്ങളിലേക്ക് എഴുന്നള്ളുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വസിക്കുന്നത് ദൈവമാണ്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പ്രിയ ദൈവമക്കളെ, ആഡംബരങ്ങളോ അലങ്കാരങ്ങളോ ഉള്ള ദേവാലയങ്ങളെക്കാൾ ഉപരിയായി ദൈവം വസിക്കുന്ന ഇടങ്ങളായി നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് ദൈവത്തെ സ്വീകരിക്കുവാൻ ഈ പകൽക്കാലങ്ങൾ. ഹോശന എന്ന നിലവിളിക്ക് അർത്ഥം എന്താണ്? നാഥ, ഇപ്പോൾ രക്ഷിക്കാം. നമ്മുടെയൊക്കെ ബലഹീനമായ ശരീരത്തെയും ബലഹീനതയ്ക്ക് തുണനിൽക്കുന്ന ആത്മാവിൻ്റെ സൗഖ്യത്തിനായും ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഹോശന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ ക്ഷണിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും, ഉറക്കെ പറഞ്ഞാട്ട്, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ. ഈ ഓപ്ഷൻ നമുക്കുള്ളതാണ്. വാതിൽ തുറക്കാനുള്ള ഓപ്ഷൻ നമ്മൾ, ദൈവത്തെ സ്വീകരിക്കാനുള്ള ഓടാമ്പൽ നമ്മുടെ കർത്തൃത്വത്തിലുള്ളതാണ്. ശരിയല്ലേ? മറ്റെല്ലായിടത്തും ദൈവത്തിന് കർത്തൃത്വം നമ്മൾ കൊടുക്കുമെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം കാത്തു നിൽക്കുകയാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ രാജകീയമായ എഴുന്നള്ളത്തിലൂടെ പ്രവേശിക്കണമെങ്കിൽ, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കൂ. ദൈവം അവിടെയാണ് പ്രസാദിക്കുന്നത്. ദൈവം അവിടെയാണ് നമ്മുടെ വിശുദ്ധിയെ ആഘോഷിക്കുന്നത്. മാലാഖമാരോടൊപ്പം സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വന്ന് എൻ്റെ സകല ബലഹീനതകളെയും കുറവുകളെയും മലിനതകളെയും നീക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കണം. അതിന് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദൈവമായ കർത്താവേ, മനോഹരമായ ഒരു പകൽക്കാലം കാണുവാൻ നീ ഞങ്ങളെ അവിടുന്ന് ഒരുക്കി. നല്ല ദൈവവചനം കേൾക്കുവാൻ സാധിച്ചല്ലോ. ഞങ്ങളെ മറ്റുള്ളവർ തള്ളിക്കളയുമ്പോൾ ഞങ്ങളെ ഉപകരണങ്ങളായി എടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. തള്ളിക്കളതിനെ സ്വീകരിക്കുന്നവനായ കർത്താവിൻ്റെ സന്നിധിയിലാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സ്നേഹത്തിന് പകരം വെക്കുവാൻ ഒന്നും ഞങ്ങൾക്ക് തരുവാനായിട്ടില്ലേ? അവിടുത്തെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്നുകൊണ്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കേണ്ടത്. അതിന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് ഞങ്ങൾക്ക് ദേവാലയത്തിൽ വന്ന് ഈ വചനം കേൾക്കുവാൻ അവിടുന്ന് അവസരം തന്നല്ലോ. വചനം സംസാരിച്ച് അവിടുത്തെ ദാസിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇതിൻ്റെ മകൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. കുടുംബമായി ശക്തീകരിക്കണമേ. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയ ഘട്ടങ്ങളിൽ കർത്താവ് താങ്ങി നടത്തിയല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാനയ്ക്കുള്ളവനായിട്ട് ഒരുങ്ങിയിട്ടുള്ളവർ കുംഭസ്ഥാന പ്രാർത്ഥനയ്ക്കായി സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തിയുള്ള ബാബ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമെന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടനുഭവിച്ചു മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധ